കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു വീഡിയോയുടെ കാണുമ്പോഴാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ച തിയറം ഇവിടെ തന്നെയുണ്ട്. തിയറത്തിൽ പറയുന്നത് കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. വെക്റ്റർ സ്പേസ് വി, ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എസ്. മറ്റൊരു സെറ്റ് ഡബ്ല്യു, ആൻഡ് ഡബ്ല്യു കൺസിസ്റ്റ് ഓഫ് ഓൾ possible linear combinations of elements of S, and we have proved that W is a subspace containing S. W subspace നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തു. W മറ്റൊരു പ്രത്യേകതയുണ്ട്. W is the smallest subspace of V containing S. ക്ലിയർ? സ്മോളസ്റ്റ് സബ്സ്പേസ് ആണ് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം നമുക്ക് പറയാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്മോളസ്റ്റ് സബ്സ്പേസ് മീൻസ് അനദർ ഡെഫിനിഷൻ ഈസ് ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ്. അത് ഞാൻ കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ പറഞ്ഞ ഡബ്ല്യു ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് ബി കണ്ടെയ്നിങ് എസ് എന്നാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ഡബ്ല്യു ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് ഓഫ് ബി കണ്ടെയ്നിങ് എസ്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. വിയിൽ സബ്സ്പേസസ് എടുക്കുക, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്പേസസ് എടുക്കുക, ആ സബ്സ്പേസസിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡബ്ല്യു ആയിരിക്കും. ശരിയാണോ? നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെറുതാണ് കിട്ടുക. യൂണിയൻ എടുക്കുമ്പോൾ വലുതാവും, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ചെറുതും കിട്ടും. ഒരു റിസൾട്ട് കൂടെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് ഈസ് അഗെയിൻ എ സബ്സ്പേസ്. അപ്പം നിങ്ങൾ വിയുടെ സബ്സ്പേസസ് കൺസിഡർ ചെയ്യാം. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്പേസസ് കൺസിഡർ ചെയ്യാം. അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും അത് സബ്സ്പേസ് ആയിരിക്കും. നമ്മുടെ പഴയ തിയറം പ്രകാരം ഇൻ്റർസെക്ഷൻ ഓഫ് സബ്സ്പേസസ് ഇസ് അഗൈൻ എ സബ്സ്പേസ്. ഇപ്പോൾ സബ്സ്പേസ് ആയിരിക്കും. എല്ലാ സബ്സ്പേസും ആരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർസെക്ഷനും ആരെ കണ്ടെയ്ൻ ചെയ്യും? എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആയിരിക്കും. ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് എന്തുകൂടി ആയിരിക്കും? അത് സ്മോളസ്റ്റ് കൂടി ആയിരിക്കും. അപ്പോൾ ഡബ്ല്യുവിന് നമുക്ക് പല വിശേഷണങ്ങൾ കിട്ടി. W is the set of all possible linear combinations of elements of S. W വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ 3 ടൈപ്പിലൊക്കെ പറയുന്നത്. W is the set of all possible linear combinations of elements of S, number 1. Second, W is the smallest subspace of V containing S. മൂന്നാമത്തെ എഴുതിയിട്ടില്ല. മൂന്നാമത്തെ എന്താണ്? W is the intersection of all subspaces of V containing S. പല കാര്യങ്ങളും പറഞ്ഞു. ഈ സബ്സ്പേസിന് നമ്മൾ വിളിക്കുന്ന പേര് ഒന്ന് ദ സബ്സ്പേസ്, ഒന്നാമത്തെ പേര് ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്. ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ഒന്നാമത്തെ പേര്, അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് നോൺ ആസ് സ്പാൻ ഓഫ് എസ്. രണ്ട് പേരുണ്ട്. ഒന്ന് ഇറ്റ് ഈസ് ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്, ഓർ ദ സെക്കൻഡ് നെയിം ഈസ് സ്പാൻ ഓഫ് എസ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പേര് ഇതായിരിക്കും, സ്പാൻ ഓഫ് എസ്. ക്ലിയർ? മറ്റൊരു പേരാണെന്ത്? ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ, ഈ എസ് ജനറേറ്റ് ചെയ്യുന്ന സബ്സ്പേസ്, അല്ലെങ്കിൽ സ്പാൻ ഓഫ് എസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വെക്റ്റർ സ്പേസിലെ ഡെഫിനേഷനും ലീനിയർ കോമ്പിനേഷൻ ഡെഫിനേഷനും സബ്സ്പേസ് ഡെഫിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഏതാണ്? സ്പാൻ ഓഫ് എസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് സ്പാൻ ഓഫ് എസിൻ്റെ ഡെഫിനേഷൻ. സ്പാൻ ഓഫ് എസ് ഈസ് എ സബ്സ്പേസ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് ഓഫ് വി കണ്ടെയ്നിങ് എസ്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. 3 രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ? അപ്പം നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഏതെങ്കിലും ഒരു എസ് എടുക്കുക, ആ എസ്സിൻ്റെ സ്പാൻ എന്താണെന്ന് നോക്കാം. അപ്പം ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ 3 സാധനങ്ങളാണ് ഓർത്തോളണം. അത് സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് കൂടെയാണ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ എക്സാമ്പിൾ, യു കൺസിഡർ ദ വെക്റ്റർ സ്പേസ്. കളർ മാറ്റാം. കൺസിഡർ ദ വെക്റ്റർ സ്പേസ്. V is equal to, നമുക്ക് R3 കൺസിഡർ ചെയ്യാം. R3 വെക്റ്റർ സ്പേസ് എടുത്തു. ഇനി അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കണോ? അല്ലോ. S is equal to എസ്സിന് ഞാൻ എടുക്കുന്നത് 1 0 0. ഞാൻ കൺസിഡർ ചെയ്യുന്ന സബ്സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 1 0 0.
നമുക്ക് സ്പാൻ ഓഫ് എസ് കാണണം. സ്പാൻ ഓഫ് എസ് നമ്മൾ 3 രീതിയിലും കാണാൻ പോവാം. ഒന്ന്, ആദ്യം സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് എടുത്ത് നോക്കും. 2, സ്മോളസ്റ്റ് സബ്സ്പേസ് എടുത്ത് നോക്കും. പിന്നീട് ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്കും. നോക്കാം നമുക്ക്. ആദ്യം ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് എടുക്കാം. സോ W is the set of all possible linear combinations of elements of S. എസിൽ ആകെ ഒറ്റ വെക്ടറേ ഉള്ളൂ, V1 മാത്രമേ ഉള്ളൂ. V1 V2 ഉണ്ടെങ്കിൽ നമുക്ക് C1 V1 + C2 V2 എന്ന് എടുക്കാം. ഇവിടെ എസിൽ ഒരു മെമ്പർ V1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെയാണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ C1 ഇൻറ്റു C1 എടുക്കുന്നില്ല, ആകെ ഒരാളേ ഉള്ളൂ, C ഇൻറ്റു 1 0 0 എന്നാ വരിക. ഞാൻ C എടുക്കുന്നതിന് വരെ മറ്റൊരു പേരെടുക്കാൻ പോവാണ്. വേണ്ട, അങ്ങനെ തന്നെ ആവട്ടെ. ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഈ C ആകത്തെ മൾട്ടിപ്ലൈ ചെയ്ത് C 0 0 എന്ന് വരും. ശരിയല്ലേ? ഇതെന്താ സാധനം? ഈ എഴുതിക്കുന്ന സാധനം എന്താ? R3യിൽ Y കോർഡിനേറ്റും Z കോർഡിനേറ്റും സോറിയാണ്, ആര് മാത്രമേ ഉള്ളൂ? എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അതാരാൾ? അത് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കാലാറിനെ C എന്ന് എടുക്കുന്നതിന് പകരം എക്സ് എന്ന് എടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് എക്സ് 0 0 എന്നായിട്ട് മാറും, വിച്ച് ഈസ് ദ എക്സ് ആക്സിസ്. ശരിയല്ലേ? ഈ കേസിൽ സ്പാൻ ഓഫ് എസ് എന്താണ്? എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ഒരു സബ്സ്പേസ് ആണോ? നമുക്കറിയാം, R3യുടെ കേസിൽ ഒരു സബ്സ്പേസ് അതാണ്. എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഈസ് എ സബ്സ്പേസ്. സിൻസ് എക്സ് ആക്സിസ് ഇസ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, ഇറ്റ് ഈസ് എ സബ്സ്പേസ്. അപ്പോൾ ഈ കേസിൽ സ്പാൻ ഓഫ് എസ് ആരാണ്? എക്സ് ആക്സിസ് ആണ്. ക്ലിയർ ആണോ? R3യുടെ സബ്സ്പേസസ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? എക്സ് ആക്സിസ് ഇസ് സബ്സ്പേസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് നമ്മൾ മുമ്പ് പറഞ്ഞാണ്. എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ക്ലിയർ? മറ്റൊന്ന് എന്തായിരുന്നു? എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ക്ലിയർ? ഒറിജിനോട് പാസ് ചെയ്ത് ഏത് പ്ലെയിൻ ആവാം. പിന്നെ ആരാളെ? പിന്നെ R3 ഇറ്റ്സെൽഫ്. ഇത്രയും സബ്സ്പേസസേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഏതുണ്ട്? ട്രിവിയൽ സബ്സ്പേസ് 0 0 0 ഉണ്ട്, R3 ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. R3യുടെ സബ്സ്പേസ് ഞാൻ പറയാം. R3യുടെ സബ്സ്പേസസ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, ഒന്ന് ഒറിജിൻ മാത്രമുള്ള സബ്സ്പേസ് ആവാം, ട്രിവിയൽ സബ്സ്പേസ് 0 0 0 മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്പേസ് ഒന്നത്. രണ്ടാമത്തത് എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഈസ് എ സബ്സ്പേസ്. അതിലാരൊക്കെ വരും? എക്സ് ആക്സിസ് വരും, വൈ ആക്സിസ് വരും, സെഡ് ആക്സിസ് വരും. കൂടാതെ നിങ്ങൾ R3 മനസ്സിൽ കാണാം, ഒറിജിനോടെ പാസ് ചെയ്യുന്ന ഏത് ലൈൻ ആവാം, നമ്മൾ മുമ്പ് പറഞ്ഞാണ്. മൂന്നാമത്തത് എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, മൂന്നാമത്തെ കേസ്. നാലാമത്തെ എന്താണ്? R3 ആണ്. ഇത്രയും സബ്സ്പേസസേ ആർക്കുള്ളൂ? R3ക്കുള്ളൂ. അല്ല, ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരുപാട് വന്നു കേട്ടോ, ഇൻഫിനിറ്റ്ലി മെനിയുണ്ട്. ഒറിജിൻ ഉണ്ട്, നമ്പർ 1. എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫിനിറ്റ്ലി മെനിയായി, അല്ലേ? എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും ഇൻഫിനിറ്റ്ലി മെനിയായി. R3 ഉണ്ട്, അവിടെ ഒരെണ്ണം അവിടെ ഉണ്ട്. ഇത്രയും സബ്സ്പേസസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ സ്പാൻ ഓഫ് എസ് നമുക്ക് ഇപ്പോൾ ആരാ കിട്ടിയത്? സ്പാൻ ഓഫ് എസ് എക്സ് ആക്സിസാണ് കിട്ടിയത്, അല്ലേ? ഈ തിയറം പ്രകാരം സ്പാൻ ഒരു സബ്സ്പേസ് ആണല്ലോ. ഇവിടെ കിട്ടിയ സ്പാൻ ആരാണ്? എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ലൈൻ ത്രൂ പാസിംഗ് ത്രൂ ഒറിജിൻ ഈസ് ഇറ്റ് സബ്സ്പേസ്. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ആണ് നോക്കിയത്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടാമത്തെ സ്മോളസ്റ്റ് ആണെന്ന് നോക്കാം. R3യുടെ സബ്സ്പേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പറഞ്ഞ 4 കാറ്റഗറി: ഐദർ ഒറിജിൻ, എനി ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, R3. ഇതിൽ ഈ 1 0 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ഏതാണ്? അത് തീർച്ചയായും എക്സ് ആക്സിസ് ആണ്, അല്ലേ? നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ, നമ്മൾ R3യുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ, R3യുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ 1 0 ഇത് R2 വരച്ചത് 1 0 0 എവിടെയല്ലേ ഉണ്ടാവുക? ഇതാണ് 1 0 0. ഈ 1 0 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതാണ്? എക്സ് ആക്സിസ് ആണ്. ക്ലിയർ? അങ്ങനെയും പറയാം നമുക്ക്. സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് ദിസ് 1 0 0 ഈസ് എക്സ് ആക്സിസ്. ക്ലിയർ? വെറുതെ ചോദിക്കട്ടെ, ഇത് വെച്ചുകൊണ്ട് വിച്ച് വിൽ ബി ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് 0 1 0? അത് വൈ ആക്സിസ് ആയിരിക്കും. Which is the smallest, that means span of 0 1 0 is y-axis. Which is the smallest subspace containing 0 0 1? 0 0 ആണ് ഏത് ആക്സിസിലുണ്ടാവുന്നത്? Z ആക്സിസിലാണ്. ശരിയല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതാ വരിക? അത് Z ആക്സിസ് ആയിരിക്കും. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് 0 0 1 ഈസ് ദ Z ആക്സിസ്.
ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? സെക്കൻഡ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നത്. സ്മോളസ്റ്റ് സബ്സ്പേസാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർസെക്ഷനോടെ നോക്കാം. R3യുടെ സബ്സ്പേസസ് നമ്മൾ പറഞ്ഞല്ലോ, വലുത് സ്റ്റാർട്ട് ചെയ്യാം. R3 ഇയാളെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പ്ലെയിൻ പാസിങ് ത്രൂ ദ ഒറിജിൻ 100 കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ലൈൻസും കൺസിഡർ ചെയ്യാം. ഇവിടെ എല്ലാം കൂടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ആരെ തന്നെയാണ് കിട്ടുക? എക്സ് ആക്സിസ് തന്നെയാണ് കിട്ടുക. അത് നിങ്ങൾക്ക് നോക്കാം. ക്ലിയർ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതിൽ തന്നെ അടുത്തത് രണ്ടാമത്തത്. വെക്റ്റർ സ്പേസ് മാറ്റുന്നില്ല. 2 V = R3. S = എസിലെ മെമ്പേഴ്സ് 1 0 0 0 1 0 ഇതാണുള്ള 2 പേരുള്ള. നമുക്ക് W നോക്കണം. W ആരൊക്കെയുള്ള? W ഈ മെമ്പേഴ്സിൻ്റെ സെറ്റ് ഓഫ് ലീനിയർ കോമ്പിനേഷൻസ് ഉണ്ടാവുക. സോ C1 × 1 0 0 പ്ലസ് C2 × 0 1 0. ശരിയല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ C1 C2 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതേതാ സാധനം? നമുക്ക് വേണമെങ്കിൽ C1 C2 ആണെന്നല്ലോ എക്സ് എന്നും വൈ എന്നും കാണാം. എക്സ് വൈ 0 ഏതാ സാധനം? സബ്സ്പേസ് ആണോ? അത് നമ്മുടെ പ്ലെയിൻ ആണ് അല്ലേ? Z കോർഡിനേറ്റ് 0. ഏത് പ്ലെയിനാണ്? എക്സ് വൈ പ്ലെയിൻ. ക്ലിയർ? ഇറ്റ് ഈസ് എ subspace. A plane passing through the origin, it is a subspace. So the smallest subspace containing these 2 points, this set is our xy plane. Clear? കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതുകൂടെ പറയാം. നോക്കൂ, ഇവിടെ 1 0 0, ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയത് ലീനിയർ കോമ്പിനേഷൻസ് ആണ്. ഇനി നമുക്ക് സ്മോളസ്റ്റ് ആണ് നോക്കാം. ഇവിടെ 1 0 0, ഇവിടെ നമുക്ക് 0 1 0 ഉണ്ട്. ഈ 2 പോയിൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതായിരിക്കും? R3യുടെ. അത് തീർച്ചയായിട്ടും നമ്മുടെ XY പ്ലെയിൻ ആയിരിക്കും. അതപ്പോൾ നമുക്ക് കിട്ടിയത് സ്മോളസ്റ്റ്. ഇനി ഇൻ്റർസെക്ഷൻ എടുത്താൽ ഇത് തന്നെ. മനസ്സിലായില്ലേ? മൂന്നാമത്തത് സെയിം വെക്റ്റർ സ്പേസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം വെക്റ്റർ സ്പേസ് V = R3. ഇയാളുടെ സബ്സെറ്റ്. ഇപ്പോൾ സബ്സെറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആരാ? ഫസ്റ്റ് എലമെൻറ്റ് 1 0 0, സെക്കൻഡ് എലമെൻറ്റ് 0 1 0, തേർഡ് എലമെൻറ്റ് 0 0 1. വാട്ട് വിൽ ബി ദ സ്പാൻ? ഈ 3 പോയിൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ തൽക്കാലം എടുക്കാൻ നോക്കാം. ഈ 3 പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതായിരിക്കും? എക്സ് ആക്സിൽ ഒരെണ്ണം, എക്സ് ആക്സിൽ 1 0 0, വൈ ആക്സിൽ ആര്? എക്സ് ആക്സിൽ 1 0 0, വൈ ആക്സിൽ 0 1 0, കൂടാതെ സെഡ് ആക്സിൽ ആരോടെ വന്നു? സെഡ് ആക്സിൽ 0 0 1 വന്നു. ഈ 3 പോയിൻറ്റിനും ഉൾക്കൊള്ളുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആരായിരിക്കും? നമുക്കൊരു പക്ഷേ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. സോ W is equal to set of all C1 1 0 0 plus C2 0 1 0 plus C3 0 0 1. That is equal to set of all order triplet C1 C2 C3. ശരിയല്ലേ? ഇതാരാ ആള്? C1 C2 C3ക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഇതേതാള്? ഇത് നമ്മുടെ ആര് തന്നെയാണ്? R3 തന്നെയാണ്. ക്ലിയർ? ഇതേ ആൻസർ ആയിരിക്കും നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. 1 0 0യും വൈ ആക്സിലെ 0 1 0യും സെഡ് ആക്സിലെ 0 0 1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആരാണ്? അത് R3 ആണ്. ക്ലിയർ? സോ ഇൻ ദിസ് കേസ് ഫോർ ദിസ് സബ്സെറ്റ് സ്പാൻ ഓഫ് S is equal to R3. നോക്കൂ, ഈ ഒരു സബ്സെറ്റ് ജനറേറ്റ് ചെയ്യുന്ന സബ്സ്പേസ് ഏതാണ്? അത് R3 തന്നെയാണ്. ഓർ വി സേ ദാറ്റ് ദിസ് സബ്സെറ്റ് സ്പാൻ R3യെ സ്പാൻ ചെയ്യും. R3യെ സ്പാൻ ചെയ്താൽ നിങ്ങൾ 2 രീതി മനസ്സിലാക്കണം. പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും? R3 കിട്ടും.
നേരെ തിരിച്ചും പറയും. R3 ഏത് എലമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ? നമ്മൾ ഈ സ്പാനിങ് വെരിഫൈ ചെയ്യുക എങ്ങനെയാണ് നോക്കൂ. നമ്മളിപ്പം പറഞ്ഞത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു R3 ആണ്. പക്ഷെ അത് നമുക്ക് എഴുതാൻ പ്രയാസമാണ്, കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ഇരുന്ന് എഴുതാൻ കഴിയുമോ? കഴിയില്ല. പകരം നമ്മൾ നേരെ റിവേഴ്സിലാണ് നോക്കുക. R3 ഏത് മെമ്പറിനെയും ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കും. ക്ലിയർ? R3 ജനറൽ എലമെൻറ്റ് നമ്മൾ എടുക്കും. സോ യു ചൂസ് എ ജനറൽ എലമെൻറ്റ് ഫ്രം R3. ജനറൽ എലമെൻറ്റ് നമുക്ക് ABC എന്ന് ചൂസ് ചെയ്യാം. ഈ ABCയെ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കും. കഴിയോ? കഴിയും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? A × 1 0 0 പ്ലസ് B × 0 1 0 പ്ലസ് C × 0 0 1 എന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ സ്പാനിങ് നോക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. മൂന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞ സ്പാനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ ഈ എസ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് നമ്മുടെ R3 തന്നെയാണ്. സോ വി സേ ദാറ്റ് ദിസ് സബ്സെറ്റ് സ്പാൻ R3. ദാറ്റ് മീൻസ് രണ്ടിനും പറയാം the set of all possible linear combinations of elements of S is equal to R3. One way നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? any element of R3 can be expressed as a linear combination of these elements. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു വെക്റ്റർ സ്പേസ് എന്നിട്ട് അതിൻ്റെ സബ്സെറ്റ് വരും. ചോദിക്കും whether span of S is equal, whether this subset span the vector space. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇതിലെല്ലാ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് കാണുകയല്ല ചെയ്യുക. നമ്മൾ വെക്റ്റർ സ്പേസ് എന്നൊരു ജനറൽ എലമെൻറ്റ് ചൂസ് ചെയ്യും. നമ്മൾ വെരിഫൈ ചെയ്യും വെദർ ദിസ് ജനറൽ എലമെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ സ്പാൻ ചെയ്യും. നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സാമ്പിൾ കാണും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ R3 തന്നെ മറ്റൊരു സ്പാനിങ് സെറ്റ് എടുക്കാം. ഓക്കെ, thank you.